ഈ രാധ എന്നും ഈ കൃഷ്ണന്റെ ആയിരിക്കുമല്ലേ? ഈ ജന്മത്തിൽ മാത്രമല്ല കേട്ടോ, വരും ജന്മങ്ങളിലും. കണ്ടിട്ടാ രാധേ, എന്തു പറ്റി? കണ്ടിട്ടാ ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. മണിക്കുട്ടി ആരുടെ കൂടെ വന്നത്? അമ്മയുടെ കൂടെയാ. ആഹാ, മോളിങ് വന്നേ. മോളുടെ അച്ഛൻ വന്നിട്ടുണ്ടോ? എന്റെ അച്ഛൻ എവിടെയാന്ന് എനിക്ക് അറിയില്ല. ഇവളുടെ അച്ഛനെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കണം. കൃഷ്ണ വിചാരിച്ച ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ലേ ഇത്? നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ വേഗം അമ്മയെ വിളിച്ചിട്ട് വരാം. അമ്മ വിഷമിക്കണ്ട, അച്ഛനെ കണ്ടുപിടിച്ചു തരാൻ ഒരു സാർ സമ്മതിച്ചു. വാ അമ്മേ. ദേ ഇതാ എന്റെ അമ്മ. എന്താ പേര്? രാധിക. ആ, ഞാൻ കാവ്യ. ഇതെന്റെ ഹസ്ബൻഡാ കൃഷ്ണ. ഞങ്ങളുടെ മോളാ മുത്ത്. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഒത്തിരി ദൂരെയാ. കൃഷ്ണ, നമുക്കിവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? ഞങ്ങള് ഇവിടെ എവിടെങ്കിലും തങ്ങിക്കോളാം. നല്ല കാര്യമായി. അതൊന്നും നടക്കില്ല. തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോവാം. കൃഷ്ണ പോയി വേഷം മാറി വന്ന് വണ്ടി എടുക്കാം. നിനക്കൊക്കെ എന്താടി ഇവിടെ കാര്യം? എന്റെ ഗസ്റ്റുകളായവര്. നിനക്ക് ഇവരെ കുറിച്ച് ശരിക്കും അറിയില്ല കാവ്യെ. അമ്മയ്ക്ക് ഒന്നും അറിയാത്തത്. ഓഹോ, എന്താ ഇത്രയ്ക്ക് അറിയാൻ? പറയാം, പക്ഷെ അതിനു മുമ്പ് ഞങ്ങളൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ. നിങ്ങൾ കയറി വരൂ, ആരും തടയില്ല. മണിക്കുട്ടി, ഇവള് വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ വീടിന്നൊരു മരണ വീടായനെ. പകൽ ഈ ജന്തുക്കൾ എന്നോട് ചെയ്തത് എന്താണെന്നറിയോ? എന്നെ തട്ടി വീഴ്ത്താൻ നോക്കി. ഫോണോ പേഴ്സോ എടുത്ത് മുങ്ങാനായിരുന്നു പ്ലാൻ. അതിന് കഴിയില്ലെന്ന് വന്നപ്പോ എന്നെ കാറടിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു. എങ്ങനെയെങ്കിലും ഇവിടെ കേറിക്കൂടി എന്ത് തട്ടിപ്പ് നടത്താനാ ഇവരുടെ പ്ലാൻ എന്ന് ചെകുത്താനും മാത്രമേ അറിയൂ. ഇവരെന്തെങ്കിലും കള്ളത്തരം മനസ്സിൽ വെച്ച് നടക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത് അന്യായി ഇവിടെ ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്ന്? നിന്റെ കല്യാണം കഴിഞ്ഞ കാലം മുതല് ഈ വീട്ടിലെ ജോലിക്കാരായി പുരുഷന്മാരല്ലാതെ ഏതെങ്കിലും പെണ്ണിനെ വെച്ചിട്ടുണ്ടോ കാവ്യെ? ജാതക പ്രകാരം സപത്നി യോഗമുള്ളവനാ നിന്റെ ഈ ഭർത്താവ്. അതായത് 2 സ്ത്രീകളെ ഒരേ സമയത്ത് ഭാര്യമാരാക്കി ഒരുമിച്ച് ജീവിക്കുമെന്നാണ് വിധി. എല്ലാവരെയും പോലെ അല്ല മേ രാധിക. സ്വന്തം ഭർത്താവിനെ, ഈ കുഞ്ഞിന്റെ അച്ഛനെ തെരഞ്ഞു നടക്കുന്നവളാ അവള്. ഓ, അതൊരു പുതിയ കള്ളക്കഥയാണല്ലോ. ഒരു ഭർത്താവ്. ഇവൾക്കൊക്കെ ഭർത്താവ് ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? ഉണ്ട്, എന്റെ അച്ഛന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്.